ഒരു വർഷം 100 കോടി രൂപ ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ അവർ 1 രൂപ പോലും നികുതി അടയ്ക്കുന്നില്ല. ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? ഒന്ന്, ഡിപ്രിസിയേഷൻ. ഇന്ത്യയിലെ ടോപ്പ് കമ്പനീസിൽ പലരും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. കമ്പനികൾ അവരുടെ അസറ്റ്സ് ആയ ബിൽഡിംഗ്സും എക്യുപ്മെന്റ്സും പിന്നെ ബാക്കിയുള്ള മെഷീനറീസ് എല്ലാം വാല്യൂ കുറയുന്നതായിട്ടാണ് എല്ലാ വർഷവും പേപ്പറിൽ കാണിക്കുന്നത്. ഇതിനെയാണ് സീറോ ടാക്സ് കമ്പനികൾ എന്ന് വിളിക്കുന്നത്. ഈ ഡിപ്രിസിയേഷൻ ഒരു ലോസ് ആയിട്ടും ഈ ലോസ് അവരുടെ പ്രോഫിറ്റിൽ കണക്കിൽ കുറച്ചിട്ടുമാണ് കമ്പനീസ് കാണിക്കാറ്. സെക്കൻഡ്, റീസെർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. പല കമ്പനികളും ഈ ഒരു ആനുകൂല്യം കൃത്യമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പുതിയ ടെക്നോളജി കണ്ടുപിടിക്കാനുള്ള റിസർച്ചിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നികുതിയിൽ ഒരുപാട് ഇളവുകൾ നൽകാറുണ്ട്. നമ്പർ 3, സ്പെഷ്യൽ എക്കണോമിക് സോൺസ്. സ്പെഷ്യൽ എക്കണോമിക് സോൺസിൽ ബിസിനസ് നടത്തുന്ന കമ്പനികൾക്ക് ആദ്യത്തെ കുറെ വർഷം ഒരു നികുതി അടക്കേണ്ടി വരില്ല. എക്സ്പോർട്ടിംഗ് എൻകറേജിനായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന ഇളവുകളാണിത്. ഇത് കൂടാതെ ക്യാരി ഫോർവേഡ് ലോസുകൾ നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് കുറച്ചിട്ട് നികുതി ഒഴിവാക്കാൻ പറ്റും. അതായത് കമ്പനി പ്രോഫിറ്റിലാണെങ്കിൽ പോലും നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് അനുസരിച്ച് നമുക്ക് നികുതി സീറോ ആക്കാൻ പറ്റും. ഇതൊരു ടാക്സ് ഇവേഷനോ തട്ടിപ്പോ ഒന്നുമല്ല, മറിച്ച് ടാക്സ് പ്ലാനിംഗ് ആണ്. ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഫാക്ട്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് പറഞ്ഞാൽ മതി. ഇങ്ങനത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് എന്നെ ഫോളോ ചെയ്യുക.